ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വിധിഗ്രഹമായ ശനിയുടെ വക്രഗതി സഞ്ചാരം മൂലം 12 രാശികളിൽ പെടുന്ന 7 രാശികളിൽ ഉൾപ്പെട്ടിട്ടുള്ള നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് മുന്നോട്ട് ജൂലൈ മാസം മുതൽ ലഭിക്കുന്ന മാറ്റങ്ങൾ, ഗുണഫലങ്ങളെ പറ്റിയാണ്. ശനി ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മീനം രാശിയിൽ തന്നെ വക്രത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയമാണ്. വക്രഗതി എന്ന് പറയുന്നത് ശനിയുടെ നേർ സഞ്ചാരത്തിന് വിപരീതമായി പിറകോട്ടുള്ള സഞ്ചാരം, അതാണ് അർത്ഥം. ഈ ഒരു സഞ്ചാര കാലഘട്ടം ആരംഭിക്കുന്നത് ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയാണ്. ഈ കാലഘട്ടങ്ങളിൽ, ഈ കാലയളവുകളിൽ ഇപ്പോൾ ശനിദോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് വലിയൊരു ആശ്വാസം, മാറ്റമാണ് അനുഭവത്തിൽ വരുന്നത്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശനിദോഷങ്ങൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം പൂർണ്ണമായി വിട്ടുമാറി ഇത്രയും നാളും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ നൽകിയിരുന്ന ശനി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ, നേട്ടങ്ങൾ നൽകുന്ന സമയമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ശനി മഹാദശ ജാതകപ്രകാരം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ നടക്കുന്നത്, ശനി ജാതകവശാൽ ശുഭനാണോ പാപനാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കുന്ന ഉത്തമമാണ്. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ജാതകം കൂടെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെപ്പറ്റി, ഇപ്പോൾ നടക്കുന്നതും മുന്നോട്ടുള്ള ജീവിതം, ഭാവി എല്ലാ കാര്യങ്ങളെപ്പറ്റിയും പൂർണ്ണമായി അറിയുവാനും സാധിക്കും. പ്രപഞ്ചത്തിൻ്റെ തന്നെ കർമ്മകാരകനും ആയുൾകാരകനുമായ ശനിയുടെ ഈ വിധിഗ്രഹത്തിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണഫലങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് 7 ശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശനി 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് ശക്തമായ ദോഷത്തോടുകൂടി നിൽക്കുന്ന സമയം. കഴിഞ്ഞ കുറേ നാളുകളായി മേടം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലരും ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. ആരോഗ്യകാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആശുപത്രി ചിലവുകൾക്കൊക്കെ വേണ്ടി ധാരാളം പണം ചിലവഴിക്കേണ്ട അവസ്ഥ, ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സത, മന്ദത, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് പാഴ്ചിലവുകൾ, ശുഭകാര്യങ്ങൾക്കെന്ന് പറഞ്ഞ് പണം ചിലവഴിച്ചാൽ പോലും എല്ലാം പാഴ്ചിലവായിട്ട് നഷ്ടപ്പെടുന്ന ഒരനുഭവം, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലും ബിസിനസ്സിലുമൊക്കെ പലതരത്തിലുള്ള അലച്ചിലുകളും മാറ്റങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ ധാരാളമാണ്. പലരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഒരു ഭൂമി സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ബുദ്ധിമുട്ട്, ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അനുഭവം, അവസ്ഥ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ശനി 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം എല്ലാ തരത്തിലും വ്യയങ്ങൾ, കയ്യിൽ ഒരു 10 രൂപ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരുന്നതായിട്ട് കാണുന്നു. ഏത് രീതിയിൽ നോക്കിയാലും അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും കൂടി വരുന്ന ഒരവസ്ഥയുണ്ട്. പലരെയും സംബന്ധിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു ജോലിയുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പലർക്കും പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, വരുമാനം നിന്നു പോകുന്ന അവസ്ഥ, ഇതൊക്കെ അനുഭവത്തിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം ജൂലൈ 27 മുതൽ ആരംഭിക്കും. ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിലും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനാവശ്യ പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി ലഭിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിലൊക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വിട്ടുമാറുക, അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക. 12ാം ഭാവം യാത്രകളെ കുറിക്കുന്ന ഭാവം കൂടെ ആയതുകൊണ്ട് ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന പലർക്കും, വിദേശ ജോലിക്കും വിദേശത്തുപരിപഠനത്തിനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ കഴിഞ്ഞ നാളുകളിൽ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി, ആ വിസ സംബന്ധിച്ച പ്രശ്നങ്ങൾ വിട്ടുമാറുക, അതൊക്കെ വിട്ടുമാറി നല്ല ഒരു വിദേശവാസം, വിദേശ ജോലി, ഉപരിപഠനം, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറും. വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഉണ്ടായിരുന്ന കാലതാമസം, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ഈ ഒരു സമയത്ത് വന്നു ചേരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ ഒക്കെ ശനിയുടെ വക്രഗതിയോടുകൂടി മേടം രാശിക്കാരെ സംബന്ധിച്ച് പൂർണ്ണമായി വിട്ടുമാറി
നിങ്ങളുടെ ജീവിതത്തിലും ഒരു വലിയ മാറ്റം, ഗുണഫലങ്ങൾ ഇതൊക്കെ അനുഭവത്തിൽ വരുന്നതാണ്. പ്രധാനമായും മേടം രാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട്, പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, കഷ്ടതകൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ വിട്ടുമാറുന്നതാണ്. ശനിയുടെ വക്രഗതി, അതായത് പിന്നോട്ടുള്ള ഈ സഞ്ചാരം കൊണ്ട് ആ 7.5 ശനിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അനുഭവപ്പെടുന്ന ദോഷം പൂർണ്ണമായി വിട്ടുമാറി മേടം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ആ ശനിയുടെ സ്വാധീനം, മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ്. ഈ ഒരു സമയത്ത് അവരവരുടെ ജാതകത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ശനിയുടെ വക്രഗതി കാലഘട്ടം മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല ഗുണാനുഭവങ്ങൾ, നന്മകൾ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ശനി ഇപ്പോൾ 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് കണ്ടകനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നോക്കുമ്പോൾ മിഥുനരാശിക്കാരിൽ പലർക്കും കർമ്മസംബന്ധം, അവരവരുടെ ജോലി സംബന്ധമായ പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രതീക്ഷിച്ച ഉയർച്ചയോ ഒരു നല്ല മാറ്റങ്ങളോ ലഭിക്കാത്ത അനുഭവം, അവരവർക്ക് ലഭിക്കേണ്ടിയിരുന്ന പല ഉയർച്ചകളും, അതായത് ജോലി സംബന്ധമായിട്ടുള്ള ഒരു പദവി ഉയർച്ചയോ നല്ല സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ ഒക്കെ അവസാന നിമിഷം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം, നമ്മളെക്കാട്ടിലും വളരെ കഴിവുള്ളവർക്ക് ജോലിയിൽ ഉയർച്ചയൊക്കെ ലഭിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അതായത് ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്കുള്ള മാറ്റമാണെങ്കിലും, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊരു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അവസാന നിമിഷം പലതരത്തിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് കണ്ടുവരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം മുതൽ വിട്ടുമാറും. നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിലിൽ ഏറെക്കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ, പദവി ഉയർച്ചയും സ്ഥാനമാറ്റവും ഇടം മാറ്റവും ഒക്കെ ലഭിക്കുന്ന സമയം, അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ മറ്റൊരു സ്ഥാപനത്തിലേക്കോ ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ അനുഭവത്തിൽ വരും. പുതിയ ജോലി, പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് ശനി തന്നെ നൽകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ഉയർച്ച, ധനലാഭങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഭാഗ്യാനുഭവങ്ങൾ, ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഈ ഒരു സമയത്ത് ശനി തന്നെ നൽകുന്നതാണ്. നല്ല അനുയോജ്യമായിട്ടുള്ളൊരു ജീവിത പങ്കാളിയെ ഒക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, രോഗദുരിതങ്ങൾ, കേസ് വഴക്കുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്നൊരു മോചനം, ഒരു മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ശത്രുതകൾ, എതിർപ്പുകൾ ഒക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ വിട്ടുമാറുകയും ചെയ്യും. പിതൃസ്വത്ത് ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പിതാവ്, പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അനുഗ്രഹം, അവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, പിതാവിൻ്റെ ആ ഒരു പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതുമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ഗുണാനുഭവങ്ങൾ ഈ ഒരു ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. കർമ്മസംബന്ധമായി വളരെയധികം മുന്നേറ്റം ലഭിക്കുന്ന സമയം, ആഗ്രഹിച്ച ജോലി ഭാഗ്യം, ആ ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗം ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും. നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ സാധ്യമാകുന്ന സമയവും, ബിസിനസ്സിൽ കൂടെയും തൊഴിലിൽ കൂടെയും ഒക്കെ നല്ല നേട്ടങ്ങൾ, ഗുണഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരും. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി അപ്രതീക്ഷിതമായ പല നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളാണ് നൽകുന്നത്. അത് ഓരോ വ്യക്തികൾക്കും, മിഥുനരാശിയിൽ വരുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ശനിയുടെ സ്വാധീനം ലഭിക്കുക. തീർച്ചയായിട്ടും വളരെ വലിയ മാറ്റങ്ങൾ മുന്നോട്ടുണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് ഇനി കൂടുതൽ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ ജാതകം കൂടി ഈ സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഷ്ടമശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കുമ്പോൾ ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ വളരെ വലിയ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ, ആശുപത്രി വാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങൾ പലർക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. വണ്ടി വാഹനങ്ങൾ മുഖാന്തരം ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങളും ബുദ്ധിമുട്ടുകളും, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, അതുപോലെ ജോലി സംബന്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾ, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കർമ്മ മേഖലയിലും ബിസിനസ് രംഗങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, ബുദ്ധിമുട്ടുകൾ, അതുമൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ പലർക്കും ധാരാളമായി അനുഭവത്തിലുണ്ട്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ജീവിതത്തിൽ, അത് പലർക്കും പലതരത്തിലാണ്. ചിലർക്ക് ആരോഗ്യം സംബന്ധിച്ച്, ചിലർക്ക് സാമ്പത്തികം, പണം സംബന്ധിച്ച്, മറ്റു ചിലരെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രകാരം കർമ്മം സംബന്ധിച്ചും ഒക്കെ ഓരോ തരത്തിലുള്ള മാറ്റങ്ങളാണ് അനുഭവത്തിൽ ലഭിച്ചിട്ടുള്ളത്. വളരെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കും എന്ന് കരുതിയിരുന്ന പല വ്യക്തികൾക്കും ആ വ്യക്തികളെയൊക്കെ അത്രയും പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ട് ലഭിച്ച ഒരു വിശ്വാസ വഞ്ചനയോ ചതിക്കും ഒക്കെ ഒരു പാത്രമായിട്ടുള്ള വ്യക്തികൾ ധാരാളമാണ്. അതുപോലെ തന്നെയാണ് നമ്മളേറെ വിശ്വസിച്ച് പണം കൊടുത്ത പലരിൽ നിന്നും തീരെ പ്രതീക്ഷിക്കാത്ത പല ബുദ്ധിമുട്ടുകളും, സഹായിച്ചവർ തിരിച്ച് ആവശ്യമുള്ള സമയത്ത് നമ്മളെ സഹായിക്കാത്ത ഒരനുഭവം, കൊടുത്ത പണം തിരിച്ച് ലഭിക്കാത്ത ഒരനുഭവം, ഇതൊക്കെ ധാരാളം പേർക്കുണ്ട്. ചിലരെ സംബന്ധിച്ച് ഈ സമയത്ത് ചില കോടതി കേസ് വ്യവഹാരങ്ങളിൽ, അതായത് പണം സംബന്ധിച്ചുമൊക്കെയുള്ള പലതരത്തിലുള്ള വ്യവഹാരങ്ങളിൽ പെട്ടുപോയവരും ധാരാളമാണ്. ഈ അഷ്ടമശനി പൂർണ്ണമായിട്ടും ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദാമ്പത്യപരമായിട്ട് പല ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ കുടുംബജീവിതത്തിൽ താൽക്കാലികമായിട്ടൊന്ന് വേർപിരിഞ്ഞിരിക്കാനുള്ള അനുഭവവും, അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അഷ്ടമശനി ദോഷം ബാധിക്കാത്ത വ്യക്തികൾ ചിങ്ങം രാശിയിലുണ്ടെങ്കിൽ അത് അവരവരുടെ ജനന ജാതകപ്രകാരം അത്രമേൽ ശുഭനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമാണ് ഈ അഷ്ടമശനി ദോഷത്തിൽ നിന്ന് ഒരു മുക്തി ലഭിക്കുന്നത് എന്ന് പറയാം. അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് ആരോഗ്യപരമായും സാമ്പത്തികമായും ദാമ്പത്യപരമായിട്ടും ചെയ്യുന്ന ജോലി തൊഴിൽ സംബന്ധിച്ചിട്ടും ഒക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ ലഭിക്കുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം മുതൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറ്റമുണ്ടാകും. ആരോഗ്യം വളരെയധികം വീണ്ടും കിട്ടുന്ന സമയം, പലതരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങളിൽ നിന്നും മുക്തരാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന സമയം, ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം, നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ച് വരുന്ന സമയമാണ്. നിങ്ങൾ കൊടുത്ത പണം നിങ്ങളുടെ കൈകളിൽ തിരിച്ച് ലഭിക്കും. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ളൊരു മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളെ സംബന്ധിച്ചൊരു മാറ്റമുണ്ടാകും. ചിങ്ങം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് അപ്രതീക്ഷിതമായ ഒരുപാട് ഗുണഫലങ്ങൾ, നേട്ടങ്ങളാണ് ലഭിക്കുക. പ്രത്യേകിച്ച് ചിങ്ങം രാശിയിൽ വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചും കുടുംബജീവിതത്തിലും വളരെ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കും. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക, ശാരീരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു വലിയ മാറ്റമുണ്ടായി. നിങ്ങളുടെ ജീവിതത്തിലും ആ ശനി വളരെ നല്ല ഗുണഫലങ്ങൾ നൽകുന്ന സമയമാണ് മുന്നോട്ടുള്ളത്. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഈ അഷ്ടമശനി ദോഷം ജൂലൈ 27 മുതൽ നിങ്ങൾക്ക് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലും അവർ ഈശ്വരാനുഗ്രഹം ലഭിക്കും. വളരെ വലിയ നല്ല കാര്യങ്ങൾ, നല്ല മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും കാലം തീരെ പ്രതീക്ഷിക്കാത്ത പല മോശപ്പെട്ട അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നേരെ വിപരീതമായി തീരെ പ്രതീക്ഷിക്കാത്ത പല നല്ല ഗുണങ്ങളും, ഗുണാനുഭവങ്ങളും, അപ്രതീക്ഷിത വിജയങ്ങളും മാറ്റങ്ങളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടകശനി നടക്കുന്ന സമയമാണ്. ശനി 7ാം ഭാവത്തിൽ കണ്ടകനായിട്ട് നിൽക്കുന്ന സമയം. ഇപ്പോൾ കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങൾക്കും അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിലുള്ളവരാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ വളരെ
നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ പലരും മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജനന ജാതകപ്രകാരം നിങ്ങൾക്ക് ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി നല്ല ഒരു ഗ്രഹത്തിൻ്റെ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഈ ഒരു കണ്ടകശനി ദോഷം അത്രമേൽ ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ജാതകപ്രകാരം കൂടെ ദശാകാലം മോശമായി നടക്കുന്നവർക്ക് ഈ കണ്ടകശനി ദോഷം വളരെ ശക്തമായിട്ടായിരിക്കും ബാധിക്കുന്നത്. അവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെയധികം തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ചേർന്നിട്ടുള്ള കടബാധ്യതകൾ അവരവർക്കോ അവരവരുടെ കുടുംബത്തിലോ സ്വന്തം ബന്ധങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ സംഭവിച്ച് അതിനുവേണ്ടി പണം ചിലവഴിച്ച് ഒരു കടബാധ്യതയുടെ വക്കിലെത്തി നിൽക്കുന്നവരുണ്ടാകാം. ആശുപത്രിവാസങ്ങൾ, മറ്റു കാര്യങ്ങൾ ഒക്കെയായി. അതുപോലെ ചിലരെ സംബന്ധിച്ച് അനാവശ്യമായ കോടതി കേസ് വ്യവഹാരങ്ങൾ മൂലമുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ സാമ്പത്തിക പ്രയാസങ്ങളും പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് പലർക്കും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വരാം. ഒരു ഗൃഹം നിർമ്മിച്ച് മുന്നോട്ട് പോകണമെന്നാഗ്രഹിച്ച് ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ പല തടസ്സങ്ങൾ കൊണ്ട് മുടങ്ങി നിൽക്കുന്ന വ്യക്തികൾ, അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒന്ന്, വിവാഹം കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഭാര്യയും ഭർത്താവും രണ്ടുപേരും രണ്ടിടത്തായിട്ട് ഒന്ന് വേർപിരിഞ്ഞ് കഴിയേണ്ട, താൽക്കാലികമായി വേർപിരിഞ്ഞ് കഴിയേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ഒരു വിവാഹ മോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന കന്നിരാശിയിൽപ്പെട്ട പല ദമ്പതികളുമുണ്ട്. ഇതൊക്കെ ആ കണ്ടകശനിയുടെ സ്വാധീനം, ദോഷം കൊണ്ടാണ്. അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങളൊക്കെ ലഭിച്ച വ്യക്തികളും ഈ ഒരു രാശിയിൽ ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശനി ദോഷം കന്നിരാശിക്കാർക്ക് പലതരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, ഭൂമി ഗൃഹം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പലതരത്തിലാണ് പ്രശ്നങ്ങൾ നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ വിധത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന സമയം, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയമാണ്. ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മരംഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾ നേരിടുന്ന ശത്രുതകൾ, ബുദ്ധിമുട്ടുകൾ, കേസ് വഴക്കുകൾ, അങ്ങനെയുള്ള കോടതി വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി പോകുന്ന ഒരു സമയവുമാണ്. വളരെ നല്ല മാറ്റങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയത്തുണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു വിവാഹ മോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് അതിലൊക്കെ മാറ്റമുണ്ടായി ആ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവർക്കും ആദ്യമായി ഒരു മംഗല്യഭാഗ്യം വിവാഹ ജീവിതത്തിന് തയ്യാറെടുക്കുന്നവർക്കുമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിത പങ്കാളിയെ ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കുകയും ചെയ്യും. കന്നിരാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സമയമാണ്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ അവർക്ക് നല്ല ജോലി ലഭിക്കുന്ന സമയം, അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് മുടങ്ങി നിന്നിരുന്ന വിവാഹമൊക്കെ ഈ മുന്നോട്ടുള്ള സമയത്ത് നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഭാഗ്യമൊക്കെ കന്നിരാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ, കന്നിരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ ഒരു ശനിയുടെ സ്വാധീനം, ഗുണഫലം ലഭിക്കുന്നതാണ്. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനി നിങ്ങൾക്ക് 4-ാം ഭാവത്തിൽ അർദ്ധാഷ്ടമ ശനി, അതായത് അഷ്ടമത്തിൻ്റെ പകുതി ദോഷം, അതാണ് അർദ്ധാഷ്ടമം എന്ന് പറയുന്നത്. അർദ്ധാഷ്ടമ ശനിയായി സഞ്ചരിക്കുന്ന കാലത്ത് പൊതുവെ മനസ്സിനെ അലട്ടുന്ന, മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് പല വ്യക്തികളും. മനസ്സിന് ഒരു സമാധാനം, സുഖം, സ്വസ്ഥതയില്ല എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു ചേർന്നു, അത് ഏതെങ്കിലും തരത്തിൽ ഒന്ന് പരിഹരിച്ച് ഒന്ന് വിട്ടുമാറുന്നു എന്ന് കാണുമ്പോൾ ജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് മനസ്സിനെ അലട്ടുന്ന വേറൊരു പ്രശ്നങ്ങൾ വന്നു ചേരാം. അങ്ങനെ ഒരു മനസ്സമാധാനം, സുഖം, സ്വസ്ഥതയില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ സഹോദരങ്ങളുമായിട്ട് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി ആ സഹോദരങ്ങളുമായിട്ടൊക്കെ അകന്നു കഴിയുന്നവരും ധാരാളമാണ്. കുടുംബത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, ദമ്പതികൾ തമ്മിൽ പരസ്പരം ഒരു അന്യോന്യമില്ലാത്ത അവസ്ഥ, അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങൾ,
നിങ്ങളുടെ വാക്ക്, നിങ്ങളൊരു നല്ല കാര്യം പറഞ്ഞാൽ പോലും മറ്റുള്ളവരത് നെഗറ്റീവായിട്ടെടുത്ത് അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ ഇതൊക്കെ അനുഭവിക്കുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ ഈ വക്രഗതി കാലഘട്ടം ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന അനുഭവം ഉണ്ടാകും. കുടുംബത്തിലൊരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. കുടുംബത്തിൽ അപ്രതീക്ഷിതമായി മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ വിട്ടുമാറുക, സ്വന്തം ബന്ധങ്ങളുമായി നല്ല ബന്ധമുണ്ടാവുക, അതുപോലെ തന്നെ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വിട്ടുമാറി നിങ്ങളാൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന ഒരു സമയം. അതുപോലെ സഹോദരങ്ങളെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ ഇതൊക്കെ വന്നു ചേരും. നിങ്ങളുടെ മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. മനസ്സിന് ആത്മവിശ്വാസം നൽകുന്ന, ശുഭാപ്തി വിശ്വാസം നൽകുന്ന, ഒരു ജീവിത മുന്നേറ്റം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ധനുരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് ഈ സമയത്ത് വന്നു ചേരും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പണം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറും. അതുപോലെ തന്നെ ഒരു വാടക ഗൃഹത്തിൽ നിന്ന് ധനുരാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും സ്വന്തമായൊരു ഭവനത്തിലേക്ക് മാറാൻ പറ്റുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. അതിനുള്ളൊരു സാഹചര്യം വന്നു ചേരും. അതുപോലെ മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. മാതാവിൻ്റെ പൂർവിക വഴിയിൽ ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അത് എന്ത് നല്ല കാര്യങ്ങളാണെങ്കിലും ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ആശങ്കയുണ്ടായി മുന്നോട്ട് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന ഒരു സമയവുമാണ്. പ്രധാനമായിട്ടും ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എല്ലാ തരത്തിലും ഒരു നല്ല മാറ്റം ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. അനുയോജ്യമായിട്ടുള്ള വിവാഹ യോഗം ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും മൂലം, പൂരാടം നക്ഷത്രത്തിലൊക്കെ ജനിക്കുന്നവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവാഹകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് തടസ്സമാണ്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നല്ലൊരു വിവാഹം, മംഗല്യഭാഗ്യം ഈ ഒരു സമയത്ത് ലഭിക്കും. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയുവാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈയൊരു ശനിയുടെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് നൽകുന്നത്. തീർച്ചയായും ഒരു നല്ല കാലത്തിൻ്റെ ആരംഭം. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഏഴര ശനി കൊണ്ട് അത്രമേൽ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ. ഇപ്പോൾ ഏഴര ശനിയിലെ പാദശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഈ ഒരു ശനിയുടെ വക്രഗതി വളരെ വലിയ മാറ്റം ലഭിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരു ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയമാണ്. അത് എല്ലാ തരത്തിലും നിങ്ങൾക്ക് സമയം നല്ലതാണ്. പ്രധാനമായിട്ട് ഒരുപാട് ശുഭച്ചിലവുകൾ, മംഗളകാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയം. ഈ ഒരു ശനിയുടെ വക്രഗതി നിങ്ങളിൽ പലർക്കും പലതരത്തിലുള്ള ഭാഗ്യങ്ങൾ നൽകും. പലർക്കും സ്വന്തമായ ഭൂമി വാങ്ങാനുള്ള യോഗം, ഒരു ഗൃഹം നിർമ്മിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാനുള്ള യോഗം, മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനുള്ള യോഗം, അതുപോലെ വിദേശ ജോലി, വിദേശവാസം നൽകുന്ന അനുഭവമുണ്ടാകും. നല്ല മംഗല്യഭാഗ്യം, വിവാഹ യോഗം ഈ ഒരു സമയത്ത് വന്നു ചേരും. ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനായതുകൊണ്ടും നിങ്ങൾക്ക് പൂർണ്ണ ശുഭനായതുകൊണ്ടും ജോലി നഷ്ടപ്പെട്ട് ഒരു പുതിയ ജോലി അന്വേഷിക്കുന്ന ഒരു കുംഭം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് അനുയോജ്യമായ ജോലി ലഭിക്കുന്ന സമയം. അവരവർ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഉയരുക, അതുമൂലം സാമ്പത്തികമായി മെച്ചപ്പെടുക, പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുക. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ കാലഘട്ടം വളരെ വളരെ അനുകൂലമാണ്. നിങ്ങൾക്ക് വളരെ നല്ല ഒരു വിദേശ ജോലി ഈ ഒരു സമയത്ത് ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുക, പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുക, ഇതിനൊക്കെ യോഗമുള്ള സമയം. പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങൾ കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ സമയത്ത് വന്നു ചേരുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് പൊതുവെ നിങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള പല ആഗ്രഹങ്ങളും ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്.
കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും ഈ ഒരു കാലഘട്ടങ്ങളിൽ സാധിക്കും. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് ശനിയുടെ വക്രഗതി നൽകുന്നത് നല്ല ജോലി, അതും സ്ഥിരതയുള്ള ജോലി, ജോലിയിൽ കൂടെ നല്ലൊരു വരുമാനം, ഒരു മുന്നേറ്റം, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അടിത്തറ, അത് ഭൂമി, ഗൃഹം ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കും. നല്ല വിവാഹത്തിനുള്ള യോഗവും ഒക്കെ ശനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നൽകുന്നതാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി അനുഭവിച്ചു വന്നുകൊണ്ടിരുന്ന പല ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ദീർഘനാളുകളായിട്ട് ഏതെങ്കിലും ഒരു അസുഖത്തിന് ഒരു ചികിത്സകൾ അല്ലെങ്കിൽ നടത്തി വരുന്നു, ഒരു മരുന്ന് കഴിച്ചു വരുന്നു എന്നുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടും. ഒരുപാട് നാളത്തെ നിങ്ങളെ അലട്ടിയിരുന്ന പല രോഗങ്ങളും ഈ ഒരു സമയത്ത് വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങൾക്ക് ലഭിക്കാനുണ്ടായിരുന്ന പണം, അതായത് നിങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ആരെങ്കിലും സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ്, പക്ഷേ ഇതുവരെ ആ പണം തിരികെ ലഭിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം. വിദേശ ജോലിക്കൊക്കെ ധൈര്യമായി ശ്രമിക്കാം, അതിനൊക്കെ സാധ്യത കൂടുതലാണ്. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിത മുന്നേറ്റം ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആരോഗ്യം, പണം, അതുപോലെ ദാമ്പത്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ചെയ്യുന്ന കർമ്മസംബന്ധമായ ഉയർച്ചയും പുതിയ പല നല്ല കാര്യങ്ങൾ, ശുഭകരമായിട്ടുള്ള ചിലവുകളൊക്കെ വന്നു ചേരും. അതുപോലെ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഈ കാലഘട്ടങ്ങളിൽ കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തൂ. അതുപോലെ അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സമയത്ത് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏഴരശനിയുടെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാശിക്കാരാണ് മീനം രാശിക്കാർ. പ്രത്യേകിച്ച് ജന്മശനി കാലഘട്ടം ഇപ്പോൾ നടക്കുന്നു. ഈ ജന്മശനി കാലഘട്ടത്തിൽ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തലയിൽ നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം കയറ്റി വെച്ചാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികളും അനുഭവിക്കുന്നത്. ഈ മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെ നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നു എങ്കിൽ അതിനർത്ഥം അവരുടെ ജാതകപ്രകാരം അത്രമേൽ ബലമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നത് കൊണ്ട് എന്നാണ് അത് അർത്ഥം ആക്കുന്നത്. ഇവിടെ ഈ ഒരു ഏഴരശനി ദോഷം ശക്തമായി അനുഭവിക്കുന്ന പലരെയും സംബന്ധിച്ച് ജാതകപ്രകാരം കൂടി അത്രമേൽ ബുദ്ധിമുട്ടുള്ള ദശാകാലഘട്ടമായിരിക്കണം. ഏഴരശനി കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ, അലച്ചിലുകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ട് അത്രമേൽ ഒരു ഉന്നതിയില്ലാത്ത അവസ്ഥ, ഇങ്ങനെ പലതരത്തിൽ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങളിലും സ്വന്തം ബന്ധങ്ങളിലും ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പോരായ്മകൾ, ഒരുപാട് വിശ്വസിച്ചവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ചതി, അപമാനം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികളും അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് അവരവരുടെ കയ്യിലിരുന്ന പല നല്ല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരനുഭവം. അങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ടുന്നവരാണ് ഈ ഒരു ജന്മശനി കാലഘട്ടത്തിൽ മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ. തൻ്റേതല്ലാത്ത കാരണത്താൽ ദാമ്പത്യ കുടുംബജീവിതത്തിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ ധാരാളമാണ്. ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന ദമ്പതികളും മീനം രാശിയിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മീനം രാശിക്കാരനെയും രാശിക്കാരിയെയും സംബന്ധിച്ച് ശനിയുടെ വക്രഗതി കാലഘട്ടം തുടങ്ങുമ്പോൾ മുതൽ നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ആദ്യമായിട്ട് ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങളിലേക്ക് ഒരു സമാധാനവും സ്വസ്ഥതയും നൽകും. സാമ്പത്തികമായിട്ടുള്ളൊരു സ്ഥിരത നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. കിട്ടാനുള്ള പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. അതുപോലെ നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ കർമ്മ മേഖല ഏതാണോ ആ ചെയ്യുന്ന ജോലി, തൊഴിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി അതുമൂലം ഒരു സാമ്പത്തിക നേട്ടം, ഗുണഫലം ലഭിക്കുന്ന സമയം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതൊക്കെ ഈ സമയത്ത് വിട്ടുമാറും. ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരു സമാധാനം, ഒരു സ്വസ്ഥത ലഭിക്കുന്നതാണ്. അങ്ങനെ എല്ലാ തരത്തിലും
മീനം രാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ലഭിക്കും. ഇനി മുന്നോട്ട് പോകാൻ വയ്യ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ധാരാളം മീനം രാശിക്കാരുണ്ട്. ജീവിതം ആകെ വഴിയടഞ്ഞ് നിന്നുപോയി. ഇനി എങ്ങനെ സഞ്ചരിക്കും, ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന പല വ്യക്തികളുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് വിഷമിക്കേണ്ടതായിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിൽ ഒരു പുതിയ വഴി തെളിഞ്ഞു കിട്ടും. ആ ഒരു ഈശ്വരാനുഗ്രഹം വന്നു ചേരും. മുന്നോട്ട് പോകാൻ സാധിക്കും. മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികളും സ്ത്രീ പുരുഷന്മാരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കൊരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ്. ചിലർക്ക് സാമ്പത്തിക പരാധീനതകൾ, ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ചിലർക്ക് ജോലി കർമ്മം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അനുഭവിക്കേണ്ടി വന്ന പലതരത്തിലുള്ള തിക്താനുഭവങ്ങൾ. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളാണ് പലർക്കും അനുഭവത്തിലുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നല്ലൊരു മാറ്റം, നല്ലൊരു ഗുണഫലം ജീവിതത്തിൽ ലഭിക്കും. തീർച്ചയായിട്ടും മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം സാമ്പത്തികമായൊരു പുരോഗതിയും ഒരു സ്ഥിരതയും നൽകും. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ല വിവാഹ ജീവിതമുണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിച്ച്, ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ പരിഹരിച്ച് ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു അവസരമുണ്ടാകും. എല്ലാ തരത്തിലും മീനം രാശിക്കാരെ സംബന്ധിച്ച് സമയം മാറുകയാണ്. പലതരത്തിലുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, ജീവിതത്തിലൊരു സ്ഥിരത ഈ ഒരു സമയത്ത് വന്നു ചേരും. ധൈര്യമായി മുന്നോട്ട് പോകാം. മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ആ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും ശനിയുടെ വക്രഗതി കാലഘട്ടത്തോടുകൂടി എല്ലാത്തിനും മാറ്റമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിലും പുതിയൊരു വെളിച്ചം വീശും, പുതിയൊരു വഴിത്തിരിവുണ്ടാകും. ഒരു നല്ല മാറ്റത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇനി വ്യക്തിപരമായിട്ട് അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.